ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റഡ് എക്സാമിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കഴിഞ്ഞ 2 വർഷത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളുടെ സാർ മിസ്റ്റർ ജിയാസ് സാറീസ് ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പ് സ്റ്റഡ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. കറക്റ്റ് സമയത്ത് എല്ലാവരും ഇവിടെ എത്തുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഇൻവിജിലേറ്റർ മിസ്റ്റർ ബിനു സാർ വരുന്നത് എവിടെ നിന്നാണ്? തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോൾ മൂപ്പര് കറക്റ്റ് സമയത്ത് തന്നെ എത്തണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ ആളുകളെ കയറ്റാൻ സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 1-2 ആൾക്കാർ അങ്ങനെ മൂപ്പര് തടഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഹാൾ ടിക്കറ്റ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾ കയ്യിൽ വാങ്ങുക. ഇവിടെ കോഴിക്കോടുള്ള ആളുകൾക്കും ഓമശ്ശേരിയുള്ള ആളുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് വാങ്ങുക. അത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഹാളിലേക്ക് കയറാൻ പാടുള്ളൂ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? ലാംഗ്വേജ്. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ബട്ട് യു ക്യാൻ റൈറ്റ് ഇൻ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതൊന്നും യാതൊരു ബേജാറും വേണ്ട. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ എക്സാമിൽ ക്വസ്റ്റ്യൻസ് എന്ത് തന്നെ ആവട്ടെ, എല്ലാ എക്സാമിനും അതിൻ്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്ററിലോടോ അല്ലെങ്കിൽ അവിടെയുള്ള ഞങ്ങളെപ്പോലത്തെ ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. വേറൊന്ന് പറയാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 3 വർഷത്തെ 2 വർഷത്തെ എക്സാം ആണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. AI ഒക്കെ വന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആക്കിന്. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആയിട്ടേക്ക് വരിക. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവാൻ സാധ്യത ഉണ്ട്. ഏതായാലും നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇതല്ലേ? ഓക്കെ. അപ്പൊ ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു 5 സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷന് റൈറ്റ് ഇൻ 1 വേർഡ് സെക്ഷൻ ആയിരിക്കും. സെക്കൻഡ് സെക്ഷൻ സെലക്ട് ദി റൈറ്റ് വൺ ആയിരിക്കും. ഇതിനൊക്കെ 15 മാർക്കാണ്. ഇതിനും 15 മാർക്കാണ്. ദെൻ അടുത്ത സെക്ഷൻ വരുന്നത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. 15 മാർക്കാണ് അതിൻ്റെ മാർക്ക് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് റൈറ്റ് ദി ഫുൾ ഫോം ആണ്. ഫുൾ ഫോം എഴുതാനുണ്ടാവുക. അങ്ങനെ ടോട്ടല് 4 × 15 60 മാർക്ക്. 60 മാർക്ക് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 5ാമത്തെ സെക്ഷൻ വരുന്നത് ഒരു 5 റൈറ്റ് ആൻസേഴ്സ് ഫോർ എനി 5. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും 5 × 8 മാർക്കാണ് ഈച്ച് ആൻസർ ഉണ്ടാവുക. 40 മാർക്കാണ് ടോട്ടൽ. 40 + 60 100 മാർക്കിലാണ് ഉണ്ടാവുക. ഓക്കെ. ആരും ബേജാറേണ്ട ആവശ്യമില്ല. എല്ലാവരും എക്സാമിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വിജയിക്കും. 40 മാർക്ക് കിട്ടിയാൽ മതി. എല്ലാവരും ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വിഷയത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടോ ബേജാറോ ആർക്കും വേണ്ട. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സാറിനോട് ചോദിക്കും. സാർ അതിൻ്റെ ഉത്തരം പറയുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദി ഫയൽ ഫോർമാറ്റ് യൂസ്ഡ് ഫോർ ഹൈ ക്വാളിറ്റി റാസ്റ്റർ ഇമേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ് ഏതാണെന്നുള്ളതാണ്. റാസ്റ്റർ നമുക്ക് നോർമലി അറിയാം. ഫോട്ടോഷോപ്പ് തന്നെയാണ് റാസ്റ്റർ ഇമേജസ് ജനറേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഫയൽ എന്ന് എഴുതിയാൽ മതി. അതിൽ ടിഫാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പോയിന്റ് ഓഫ് ആൻസർ ഇതാണ്. ടിഫ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ്. അതെ, PSD. ടിഫ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പാണ്. PSD എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കീബോർഡ് ഷോർട്ട് കട്ട് ഫോർ അൺഡു ഇൻ മോസ്റ്റ് ഡിസൈൻ സോഫ്റ്റ്വെയറിലുള്ള അൺഡു ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേക്കടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ചെയ്താണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നത്. ഇപ്പൊ ഒന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അടുത്ത ചിലപ്പോൾ ടഫായുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഒരു കൺട്രോൾ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അടുത്തുള്ള ആൾക്ക് ഇത് അറിയാത്ത ആളുണ്ടെങ്കിൽ രണ്ടൊന്നും കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പോപ്പുലർ അഡോബ് സോഫ്റ്റ്വെയർ യൂസ്ഡ് പ്രൈമർലി ഫോർ ലേ ഔട്ട് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ട്, അഥവാ ന്യൂസ് പേപ്പർ മാഗസിൻ ഇങ്ങനത്തെ ഡെസ്ക്ടോപ്പ് DTP സാധനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത്? ഇൻഡിസൈൻ. അഡോബിൻ്റെതാണ് ഡിസൈൻ. പിന്നെ കോറൽ ഡ്രോ ഉണ്ട്. കോറൽ എന്നുള്ള കമ്പനിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ്. ദി ടൂൾ ഇൻ ഇല്ലുസ്ട്രേറ്റർ യൂസ് ടു ക്രിയേറ്റ് സ്മൂത്ത് കർവുകളും പാത്തുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലുസ്ട്രേറ്ററിലുള്ള ഒരു ടൂൾ അത് ഏതാണ്? പെൻ ടൂൾ തന്നെ. സിംഗിൾ ടൂൾ ഉണ്ടോ? ഇല്ലല്ല, പെൻ ടൂൾ തന്നെയാണ് കാര്യമുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ദി ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഇൻ എ വേർഡ്. ഒരു വേർഡിലുള്ള ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള സ്പേസിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേം ഉണ്ട്. ആ സ്പേസിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേണിംഗ് എന്നാണ് പ്രോപ്പർലി യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റഡ് ആയിട്ട് അതിൽ വരുന്നത് കേണിംഗ് തന്നെ.
ഓബ്ജക്റ്റ് ആണ്. കേണിംഗ് ആണ് ശരിക്കും ഉത്തരം. കേണിങ് അല്ലേ? കേണിംഗ്, ഓക്കെ. KERNING. ഓക്കെ ഓക്കെ, കേണിങ്. അപ്പോൾ ഉത്തരം നമ്മൾ എന്ത് കഴിഞ്ഞെന്ന് അറിയോ? ഫസ്റ്റത്തെ സെക്ഷൻ, ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ടിക്കറ്റ് കൊടുക്കണ്ടേ? അയ്യവ. അപ്പോൾ ഇത് നമുക്ക് 100 മാർക്ക് കിട്ടുമ്പോൾ 100 മാർക്കിൻ്റെ. നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. പിന്നെ സെക്ഷൻ ഡി, റൈറ്റ് ദി. ഓക്കെ, ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സോഫ്റ്റ്വെയർ, ആരോടും പറയണ്ട. ഓക്കെ, അപ്പം നേരെ റൈസ് വിടാം. റെഡി. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ ബി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൈമറി യൂസ്ഡ് ഫോർ UI ആൻഡ് UX ഡിസൈന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഫിഗ്മ ആണ്. ഓക്കെ, ആർക്കെങ്കിലും ഫിഗ്മ അറിയോ? വാട്ട് AI tool converts text description into realistic image? ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആക്കി മാറ്റുന്ന AI ടൂൾ ഏതാന്നുള്ളത്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണ്. അന്ന് ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡാലി എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോ എല്ലാത്തിലും ഉണ്ട്, എങ്കിലും സ്പെസിഫിക് ആയിട്ട് കിടക്കുന്ന ഡാലി തന്നെയാണ്. ക്യാൻവയിലും വന്നിട്ടുണ്ട്. പക്ഷേ ക്യാൻവ അറിയപ്പെടുന്ന ഡിസൈനിങ് ടൂൾ ആണ്. ഡാലി എന്ന് പറഞ്ഞാൽ ഇതിനായിട്ടുള്ള ടൂളായതുകൊണ്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫോർമാറ്റ് ഈസ് ബെസ്റ്റ് ഫോർ വെബ് ഗ്രാഫിക്സ് വിത്ത് ട്രാൻസ്പെറൻസി? ട്രാൻസ്പെറന്റ് ആയിട്ട് പിന്നെ വെബ് ഗ്രാഫിക്സ് നമുക്ക് സേവ് ചെയ്യാണ്. ഇതിനൊക്കെ ട്രാൻസ്പെറന്റ് മീനിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. PNG ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. JPEG, BMP, PNG, TIFF. ഓക്കെ ഓക്കെ, അതിലുണ്ടല്ലോ PNG. ചക്കട്ടാലും. നെക്സ്റ്റ് അടുത്തത്. വിച്ച് ഷോർട്ട്കട്ട് ഈസ് കോമൺലി യൂസ്ഡ് ടു ഗ്രൂപ്പ് എലമെന്റ്സ് ഇൻ അഡോബ് ഇല്ലുസ്ട്രേറ്റർ? അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ എലമെന്റുകൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഷോർട്ട്കട്ട് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള G ആണ്. G. ഓക്കെ, അപ്പോൾ കൺട്രോൾ G. ഓക്കെ, അപ്പോൾ കൺട്രോൾ C എന്തിനാ? കൺട്രോൾ C കോപ്പി. കൺട്രോൾ D യോ? കൺട്രോൾ D റിപ്പീറ്റ് അഗൈൻ, ട്രാൻസ്ഫോം അഗൈൻ അറിയാം. നമ്മൾ ലാസ്റ്റ് ചെയ്തത് എന്താണോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കൺട്രോൾ E ഉണ്ടോ? കൺട്രോൾ E ഫോട്ടോഷോപ്പിൽ 2 ലേയേഴ്സ് മെർജ് ചെയ്യാനാണ്. അയ്യോ, അപ്പോൾ എല്ലാം സംതിങ്ങിനുള്ളതാണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവും, നമ്മൾ നോക്കാതെ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ. ഇനി വാട്ട് ഡസ് RGB സ്റ്റാൻഡ്സ്? ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ്. ബട്ട് നമ്മൾ പിന്നീട് ഈ ചാനലിൽ തന്നെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നേരെ താഴെ തന്നെ 2 ചാനലുകൾ കാണാം. ഒന്ന് 360 DG അക്കാദമിൻ്റെ ഒരു മെയിൻ ചാനൽ, അതേപോലെ തന്നെ നേരെപ്പുറത്ത് തന്നെ കൊളാബ് ചെയ്തിട്ട് 360 ഡിസൈൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ പുതിയ ഡിസൈനിങ്ങിൻ്റെ അപ്ഡേറ്റ്സ്, AI ടൂളുകൾ, കാര്യങ്ങളൊക്കെ ഡിസൈനിങ്ങിലുള്ളത് മാത്രം വരുന്നതാണ്. അപ്പോൾ ആ ചാനലിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വാട്ട് ഡസ് RGB സ്റ്റാൻഡ് ഫോർ ഇൻ കളർ മോഡൽസ്? കളർ മോഡൽസിൽ RGB എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ. എല്ലാവർക്കും അറിയണതാണ്. കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഇത് കൊണ്ടുവച്ചിരുന്നു. എല്ലാ 6 തുടങ്ങിയിട്ട് ഗ്രേ, ബ്ലാക്ക്, റാസ്റ്റർ ഗ്രേഡിയന്റ്. ഇത് അറിയാത്ത ആളുകൾക്ക് അറിയില്ല. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒന്ന് മാത്രം ശ്രദ്ധിച്ച് D ഒക്കെ ഇട്ടു പോകും. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് C സെക്ഷൻ ആണ്. അടുത്ത സെക്ഷനിലേക്ക് 45 മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്ഷൻ C സെക്ഷന് ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആണ്. ഈസ് ദി ഷോർട്ട് കട്ട് യൂസ്ഡ് ടു സേവ് എ ഫയൽ ഇൻ മോസ്റ്റ് ഡിസൈൻ? എല്ലാ ഡിസൈൻ സോഫ്റ്റ്വെയറിലും നമ്മൾ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കൺട്രോൾ S. ഓക്കെ, കൺട്രോൾ S. നെക്സ്റ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് കളർ മോഡ് ഫോർ പ്രിന്റ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് കളർ മോഡ് ഏതാണെന്നുള്ളത്? CMYK ആണ്. പ്രിന്റിന് വേണ്ടി ഡിസൈൻ ചെയ്ത CMYK ക്യാൻവാസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ RGB നമ്മളെ സ്ക്രീൻ യൂസിങ് വേണ്ടിയിട്ടുള്ള നമ്മളെ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ TV. കറക്റ്റ്. ഈസ് ദി ഫയൽ ഫോർമാറ്റ് ഐഡിയൽ ഫോർ വെക്ടർ ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫയൽ ഫോർമാറ്റ് ഏതാണെന്നുള്ളതാണ്? വെക്ടർ ഇല്ലുസ്ട്രേഷൻ ഉള്ളത് ഇല്ലുസ്ട്രേറ്റർ, EPS, അതുപോലെ SVG, PDF ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. PDF അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ ഫയൽ തന്നെ പറയാം. നെക്സ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോഷോപ്പ് ടു ബ്ലെൻഡ് 2 ഇമേജസ് സ്മൂത്ത്ലി ടുഗദർ? 2 ഇമേജസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോഷോപ്പിലൊരു 2 ടൈപ്പ് ബ്ലെൻഡിങ് ഉണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളർ ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇമേജ് ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇമേജ് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ലെയർ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കിൽ വേറെ ഇമേജ് കൊണ്ടുവെക്കാൻ ലെയർ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അധികം ആൾക്കാർ ബ്ലെൻഡിങ് മോഡ് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്, പക്ഷെ അത് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാനുള്ള.
അത് ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ട് അതിന്റെ വൈറ്റ് ബാലൻസ് ഫുള്ള് 0 ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ എന്നാണ് ഉപയോഗിക്കും. അപ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇമേജ് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ് ഇത്, മറ്റേത് കളർ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ലെയർ മാസ്ക് ആണ് റൈറ്റ് ആൻസർ. ലെയർ മാസ്ക് ആണ് റൈറ്റ് ആൻസർ. ഇമേജ് ബ്ലെൻഡ് ചെയ്യാൻ. അതെ, ഇമേജ് ബ്ലെൻഡ് ചെയ്യണം. മറ്റേത് കളർ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. ബ്ലെൻഡിങ് ടൂള് കളർ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. അതെ അതെ, ബ്ലെൻഡിങ് ഓപ്ഷൻ ആണ്. ബ്ലെൻഡിങ് ഓപ്ഷൻസ്, ആ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ ലെയറിന്റെ മേലെ കാണുന്ന ഓപ്ഷൻ. കറക്റ്റ്. ഓക്കെ. ഇസ് ദി AI ബേസ്ഡ് കണ്ടന്റ് ജനറേഷൻ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ഇൻ അഡോബ് ഫയർഫ്ലൈയിൽ കുറച്ച് മുമ്പേ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത AI ഓപ്ഷൻ. അത് ഫയർഫ്ലൈയിലാണ് ഫസ്റ്റ് വന്നത്. പിന്നെ അത് ഫോട്ടോഷോപ്പിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ജനറേറ്റീവ് ഫിൽ താഴെ ഉണ്ടാവും. അതെ അതെ, നമ്മളൊരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ വരും, ജനറേറ്റീവ് ഫിൽ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദി പാനൽ ഇൻ അഡോബ് ഫോട്ടോഷോപ്പ് ലേയേഴ്സ് ആർ മാനേജ്. ലെയർ മാനേജ് ചെയ്യുന്ന ആ പാനൽ പറയുന്നത് ലെയർ പാനൽ. ലെയർ പാനൽ. ഓക്കെ. ഇനി ഫുൾ ഫോം ഇത് തന്നെയാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. RGBന്റെ ഫുൾ ഫോം. അറിവിന്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യനിലുണ്ട്. അതിന്റെ ഫുൾ ഫോം റെഡ്, ഗ്രീനും ബ്ലൂ തന്നെയാണ്. CMYK. സിയാന്, മജന്ത, യെല്ലോ. കെ എന്നുള്ളത് കീ ആണ്. അധികം അളവ് കെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എഴുതി വെക്കും, പക്ഷെ കീ ആണ് ഇതിന്റെ ശരിക്കും ഉത്തരം. കീ എന്ന് പറഞ്ഞാൽ കീ കളർ. കീ കളർ മീൻസ് ബ്ലാക്ക്. നെക്സ്റ്റ് UX എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ UI ഡിസൈൻ നിലവിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. യൂസർ എക്സ്പീരിയൻസ് ആണ് UX എന്ന് പറയുന്നത്. PSD അത് ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ്. ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ്. നെക്സ്റ്റ് അടുത്തത് PDF. മിക്കവാറും എന്തായാലും ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും എന്നാലും അതിന്റെ ഫുൾ ഫോം അറിയാത്തൊരു ഒബ്ജക്റ്റ് ആണ് PDF എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. PDFന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അടുത്തത് പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് സെക്ഷൻ വൈസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഏതായാലും അത് വേഗം പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റാസ്റ്റർ ആൻഡ് വെക്ടർ ഗ്രാഫിക്സ്. റാസ്റ്റർ വെക്ടർ ഗ്രാഫിക്സിന്റെ ഇടയിലുള്ള വ്യത്യാസം എക്സാമ്പിൾസ് ആയിരുന്നു. നമുക്ക് അറിയാം, നോർമലി റാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാസ്റ്റർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? അതിന് മുമ്പ് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാം. ഡീറ്റെയിൽ ആയിട്ട് ഒരു പേജ് ഉണ്ടെങ്കിലും മിനിമം എഴുതണം. ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതട്ടോ. ഓക്കെ. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില ഐറ്റംസ് സൂം ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ബോക്സ് ആയിട്ട് കാണാം. അപ്പോൾ രണ്ട് ടൈപ്പ് സൂമിങ് ആണുള്ളത്. ഒന്ന് പിക്സൽ സൂം ആകുന്ന ഐറ്റംസ്, അതായത് ഫോട്ടോഷോപ്പിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സൂം ചെയ്താൽ കാണാം ബോക്സ് ആയിട്ട് ഇമേജ് കാണാം. അപ്പോൾ അതിലെന്താ സംഭവിക്കുക വെച്ചാൽ പിക്സൽ സൂം ആകുക ചെയ്യുന്നത്. നേരെ വെക്ടറിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു നൈക്കിന്റെ ഒരു ശരി പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പൊ ആ ശരി എന്ന് പറഞ്ഞ ഷേപ്പിന്റെ പുറത്തേക്ക് പോവാതെ ഈ പിക്സലിന്റെ കൗണ്ട് എന്താക്കും, കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു റേഷ്യോ എന്ന് പറയാം, ഒരു നിശ്ചിത റേഷ്യോനുസരിച്ച് കൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഈ സൂം ആയിട്ടുള്ള ബോക്സ് കാണൂല, പിക്സൽ സൂം ആകുന്നത് കാണൂല. അതിന്റെ ഉള്ളിൽ മൈന്യൂട്ട് ചെറുതന്നെ കൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതാണ് വെക്ടറും റാസ്റ്ററും തമ്മിലുള്ള മാറ്റം. പിക്സലിൽ സൂം ആണെങ്കിൽ റാസ്റ്ററിനും ഒരു റേഷ്യോ അനുസരിച്ച് പിക്സലിന്റെ കൗണ്ട് കൂട്ടുന്നതിനെ വെക്ടർ ഒരിക്കലും ക്വാളിറ്റി മിസ് ആവില്ല, അങ്ങനെ തന്നെ കീപ്പ് ആവും. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയല് PDF തന്നെയാണ്. PDF നമ്മൾ ഫോണിലൊക്കെ സൂം ചെയ്യുന്ന സമയത്ത് കാണാം, തീരെ എന്താ പറയുക അതിന്റെ ക്വാളിറ്റി മിസ് ആവില്ല. PDF, ഇല്ലുസ്ട്രേറ്റർ ഫയൽ, അതേപോലെയുള്ള EPS ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇനി റാസ്റ്ററിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് ഫയൽ, JPG, PNG, ഈ 3 ഫോർമാറ്റ് ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. നമ്മള് കണ്ണിന്റെ അവിടെ ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ഇതിന് എത്ര വേർഡ് കണക്കുണ്ടാവോ? ഏകദേശം ഒരു പേജ് എഴുതാന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ ഒരു പേജ് ആവും, എന്തായാലും ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്, ഐഡന്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് കീ AI ടൂൾസ് ദാറ്റ് എൻഹാൻസ് ആൻഡ് സ്ട്രീംലൈൻ ദി ഗ്രാഫിക് ഡിസൈൻ വർക്ക് ഫ്ലോക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് AI ടൂളുകൾ ഏതൊക്കെയാണുള്ളതാണ്. നമുക്ക് ഓർഡറിൽ തന്നെ പോവാം. ആദ്യം നമ്മൾ ഒരു പോസ്റ്ററോ ഒരു കാര്യങ്ങളോ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് കണ്ടന്റ് ആണ്. കണ്ടന്റോ അല്ലെങ്കിൽ തീമോ രണ്ടും നമുക്ക് ChatGPT ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഏത് തീമാണ് ഉപയോഗിക്കുക, ലോഗോ ആണ് ലോഗോന്റെ തീം ഡെവലപ്പ് ചെയ്യാനും അതുപോലെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനും എന്താ പേര് കണ്ടുപിടിക്കാനാണെങ്കിലൊക്കെ ChatGPT യൂസ് ചെയ്യാം. ഈ രണ്ടാമത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഫോട്ടോ വേണ്ടി, അപ്പോൾ ഈ പറഞ്ഞ അഡോബ് ഫയർഫ്ലൈ, മിഡ്ജേണി, നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിലുണ്ട് മിഡ്ജേണി. ഇനി ഇപ്പൊ പുതിയതായിട്ട് വന്ന ജെമിനയില് നാനോ ബനാന, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എന്താക്കാം, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ചെയ്യാം. അതിനുശേഷം
ക്രിയേറ്റീവ് ഡിസൈൻ ആവശ്യമായുള്ള എലിമെന്റ്സ് ആണ്. അതിലിപ്പോൾ അഡോബ് ഫയർഫ്ലൈയിൽ അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്, പുതിയതാണ്. ഈ ക്വസ്റ്റ്യൻ അതിന് ആപ്റ്റ് ആണെന്ന് അറിയില്ല. എങ്കിൽ ഒരു അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ തന്നെ എന്താക്കാം, ഇമേജ് നമുക്ക് അതിൽ ജനറേറ്റ് ചെയ്ത് ടെക്സ്റ്റ് എവിടെയാണോ വരേണ്ടത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എങ്കിൽ പോലും ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ലെവലിലേക്ക് AI എത്തൂല എന്നുള്ളത് ഫാക്റ്റ് ആണ്. നമുക്ക് ടെംപ്ലേറ്റ് വൈസ് സാധനങ്ങൾ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനറിന്റെ കൈ വേണ്ടത്. അതെ, അത് വേണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് AI ടൂൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ യൂസ് ചെയ്യുന്ന കുറച്ച് AI ടൂൾ ഉണ്ടോ? ഞാൻ നാനോ ബനാനാണ്. നമുക്ക് പ്രത്യേകിച്ച് ഡിസൈനേഴ്സിന് ക്ഷമ വളരെ കുറവായിരിക്കും സ്പീഡ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ChatGPT നല്ലത് വരുമെങ്കിൽ പോലും നമ്മൾ നാനോ ബനാനയിൽ എന്താവും പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളധികം ജെമിനി തന്നെ യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമുക്ക് 8 മാർക്ക് കിട്ടിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ആർ ദി 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് എവറി ഡിസൈനർ ഷുഡ് കൺസിഡർ ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രൊജക്ട്? ഒരു പുതിയ ഡിസൈൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണുള്ളതാണ്? അത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ടെക്സ്റ്റ്, കളർ തിയറി, അലൈൻമെന്റ്. ഇത് 3 ഒരു സൈക്കോളജിക്കൽ ബന്ധമുണ്ട്. നമ്മൾ ഡിസൈനിങ്ങിൽ നമ്മൾ എങ്ങനെ തന്നെ ഏത് ടൂൾ വെച്ച് ചെയ്താലും അതിനൊരു ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം എടുക്കാം. ഐസ്ക്രീം എന്ന് പറയുന്ന സമയത്ത് അതിനൊരു കളർ ഉണ്ട്, അതിനൊരു ടെക്സ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ വരും. ഒരു കല്യാണത്തിനൊക്കെ ഇതിന് വെഡിങ് ഫോൺസ് പോലത്തെ ഒരു ഐസ്ക്രീം എഴുത്ത്, ഒരു വയലറ്റ്, അതെ അതെ കോമിക് ഫോണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ, പിങ്ക് കളർ ഐസ്ക്രീമിന്റെ കളർ. അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ബ്ലാക്ക് കളറിൽ ഫ്ലാറ്റ് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് ആപ്പിൾ എന്നൊക്കെ എഴുതുന്ന പോലെ ഐസ്ക്രീം എഴുതിയാൽ എന്തുണ്ടാവും? അത് മിക്കവാറും അട്രാക്ട് ചെയ്യാൻ ഫണ്ണി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട്. അപ്പോ ഈ 3 സാധനങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പോകണം. പ്രധാനമായിട്ട് ഒന്ന് കളർ തിയറി, കളർ കറക്റ്റ് നോക്കണം. ടൈപ്പോഗ്രഫി മീൻസ് അതിന്റെ ടെക്സ്റ്റ് ഫോണ്ടും അതിന്റെ ഒരു സ്പേസിംഗ് കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ അലൈൻമെന്റ്. പറഞ്ഞ പോലെ നമ്മളൊരു ചതുരം വരയ്ക്കുക, അതിൽ ഐസ്ക്രീം നമ്മൾ മൂലയിൽ എഴുതി വെക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ പറ്റും. ഒരു ഷോപ്പിന് ബോർഡാ, അതിന്റെ മൂലയിലാണ് പേരുള്ളത് ഐസ്ക്രീം. അപ്പൊ ഒരിക്കലും എന്താവില്ല. അപ്പോൾ കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്പേസിങ്, ഇങ്ങോട്ടൊരു സ്പേസിങ്, മേലെ താഴോട്ടൊരു സ്പേസിങ്. അത് വെക്കുന്ന സമയത്താണ് എന്താ. അതേപോലെ അതിന്റെ താഴെ ചിലപ്പോൾ സബ് ടെക്സ്റ്റ് ഉണ്ടാവും. ഇപ്പൊ മെമ്മറൈസ് എന്നാണെങ്കിൽ പ്യുവർ ഐസ്ക്രീം. അപ്പൊ അതിന്റെ താഴെ എന്തുണ്ടാവും, ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മള് ഈ പേരുമേൽ ഒട്ടി തന്നെ സബ് ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്താവില്ല, റീഡബിൾ ആവില്ല, ഭംഗി ഉണ്ടാവില്ല, എല്ലാ വിഷയങ്ങളെയും ബാധിക്കും. ഈ 3 കാര്യങ്ങളാണ് കാര്യമായി ശ്രദ്ധിക്കുന്നത്. അത് ഏത് ഡിസൈനാണ്, ഏത് പോസ്റ്റർ പാക്കേജ് മറ്റോ ഏത് ഡിസൈനാണ് കോമൺലി യൂസ് ചെയ്യേണ്ട കാര്യം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിയാസ് സാർ പറഞ്ഞത്. എക്സാം എഴുതുന്നതിലുപരി നമ്മൾ ജീവിതത്തിലും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ജിയാസ് സാറ് ഒരു ഇൽമിന്റെ ബഹറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസൈനിങ്ങിന്റെ ചാനലിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇനി നിരന്തരമായി നിങ്ങൾ ഏത് ലോകത്തെത്തിയാലും ഇവിടെ ക്ലാസ് ഉണ്ടാവും. ഒരിക്കൽ കൂടി ജിയാസ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരു ചായ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. 4ാമത്തത്, ഔട്ട്ലൈൻ ദി കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡിസൈനിങ് എ മാഗസിൻ ലേഔട്ട് ഫ്രം കൺസെപ്റ്റ് ടു ഫൈനൽ ഔട്ട്പുട്ട്. മാഗസിൻ ഫ്രം സ്ക്രാച്ച് ടു ഫൈനൽ ഔട്ട്പുട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലത്, ഒരുപാട് എഴുതേണ്ടതാണ്. എങ്കിൽ പോലും നമുക്ക് അതിന്റെ മെയിൻ ഭാഗങ്ങൾ കവർ ചെയ്ത് പോവാം. ഒന്ന് കവർ ഡിസൈൻ ആണ്. കവർ ഡിസൈനിൽ അതിന്റെ പേരുണ്ട്. കവർ ഡിസൈനിൽ ബാക്ക് കവർ വരുമോ? ബാക്ക് കവർ അത്ര മാഗസീനിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്താ വെച്ചാൽ മിക്കവാറും ബാക്കിൽ അഡ്വർടൈസിങ് വരിക ബാക്കിൽ. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എങ്കിൽ പോലും കവറിൽ നോർമലി അതിന്റെ പേരുണ്ടാവും. അതിൽ ചെറിയ പുൾക്കോട്ടുകൾ ഉണ്ടാവും. അതായത് ഉള്ളിലേക്കുള്ള ആർട്ടിക്കിൾ വായിക്കാനുള്ള ആൾക്കാർക്കുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവും. കവർ സ്റ്റോറി 3 കാര്യങ്ങൾ. അതുപോലെ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. കണ്ടിന്യൂസ്ലി വരുന്ന മാഗസീൻ ആണെങ്കിൽ ഏത് മാസത്തിലാണ് ഇറക്കിയെന്നുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത പേജിൽ വരിക എഡിറ്റോറിയൽ ഓർ ഇൻഡെക്സ്, 2 സാധനം വരിക. അത് മാഗസീന്റെ ഓതറൈസ്ഡ് ആൾക്കാരുണ്ടാവും. മാഗസീൻ ഒരിക്കലും ഒരൊറ്റ ആള് ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല, അതിനൊരു അതോറിറ്റി ഉണ്ടാവും. അപ്പൊ അതോറിറ്റിന്റെ ഡീറ്റെയിൽസ് എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു എഡിറ്റോറിയൽ ടെക്സ്റ്റ് ഉണ്ടാവും. അതിന്റെ കൂടെ അതിന്റെ ഓതറൈസ്ഡ് ടീമിന്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഫുൾ ഉണ്ടാവും. പിന്നെ അടുത്ത് വരുന്ന ഇൻഡെക്സ് ഉള്ളില് മാഗസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 10 പേജ് അല്ല, ഒരു 60 പേജോ 100 പേജോ ഒക്കെ വരുന്നതായിരിക്കും മാഗസീൻ. ഉള്ളിലുള്ള കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ കൊടുക്കുന്നതാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ കണ്ടന്റ് എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു ഭാഗം ഉണ്ടാവും. നേരെ പിന്നെ അതിനുശേഷം നേരെ ആർട്ടിക്കിളിലേക്ക് എടുക്കുക ചെയ്യാം. അതിന്റെ ചിലപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ഭാഗം ഉണ്ടാവും. ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് റീഡേഴ്സിന് വിഷ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും. പിന്നുള്ളത് കോമൺലി ഡിസൈനേഴ്സിനുള്ള ഭാഗങ്ങൾ. ഇതൊക്കെ നമ്മൾ മാഗസീന്റെ ഭാഗങ്ങളാണ് പറഞ്ഞത്. ഡിസൈനേഴ്സിനുള്ള ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഹെഡിങ്,
ഹെഡിങ്, സബ് ഹെഡ്, പാരഗ്രാഫ് ടെക്സ്റ്റ്, ഇങ്ങനത്തെ 3 സൈസിലുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കളറ് കണ്ടിന്യൂസ്ലി സെയിം അല്ല യൂസ് ചെയ്യുമെങ്കിൽ പോലും ആ ഒരു സൈസിങ് കാര്യം എന്താവും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് മാഗസീനിൽ മാത്രം വരുന്ന സാധനമാണ് ഫുൾ കോട്ട് എന്ന് പറയും. അതെ, ചെറിയ ഒരു കൊട്ടേഷന്റെ ചിഹ്നം കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ഉണ്ടാക്കി എടുത്തിട്ട് അതിലുണ്ടാവും. അതായത് ആ ആർട്ടിക്കിൾ വായിക്കാൻ ആൾക്കാരെ അട്രാക്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ആണ് അവിടെ കൊടുക്കുക. ഇപ്പൊ യൂട്യൂബ് തമ്പനിയിലൊക്കെ കണ്ട് ഇന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറയുന്ന സാധനം. അതുപോലെ ഒന്നുകൂടി ഒഫീഷ്യലാണ് മാഗസീനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുക ഷെഫ് പിള്ള വിജയിക്കാനുണ്ടായ കാരണങ്ങൾ. അപ്പൊ അങ്ങനത്തെ കുറച്ചുകൂടി ഒഫീഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുക, അതെ, കുറച്ച് കൂടുതലും ഉണ്ടാവും. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി എല്ലാ പേജുകളിലും അതായിരിക്കും ആ സെയിം ഡിസൈൻ ആയിരിക്കും യൂസ് ചെയ്യാം. പിന്നെ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ആദ്യം തന്നെ ടെക്സ്റ്റ് ഓർഡർ ആക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇമേജ് നമ്മൾ സ്പേസ് ഇട്ട് പോവുക, ലാസ്റ്റിലേക്കാണ് എന്താക്കുക നമ്മൾ ആ സ്പേസ് ഫില്ല് ചെയ്ത് പോരുക. അങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും വർക്ക്. നമുക്ക് കണ്ടന്റ് 6 പേജിലാണെങ്കിൽ കണ്ടന്റ് ഇങ്ങനെ ഇട്ട് പോയതിനു ശേഷം സ്പേസുകളിൽ നമ്മൾ കള്ളി വെച്ചിട്ട് ഇമേജിനുള്ള പ്ലേസ് ഹോൾഡർ ഇട്ട് പോവാം. അതിനുശേഷം ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിയും. മെയിനായിട്ട് അതിൽ എഴുതുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട മാഗസിന്റെ ഭാഗങ്ങൾ, അതുപോലെ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ്, ഓരോ ഭാഗങ്ങൾ ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ ഓർഡർ, അത്രയും കാര്യങ്ങളാണ്. മൊബൈലിൽ ഞാൻ ഇതിന്റെ പുറത്തുനിന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾ ഇത്രയും കാലം മാഗസിന്റെ ഡിസൈൻ കണ്ടിട്ടുണ്ടാവല്ലോ, അതിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ ബേസിൽ ഇഷ്ടപ്പെട്ട ഒരു മാഗസിൻ ഏതാ? മാഗസിന് 2-3 ടൈപ്പ് ഉണ്ട്. ഡിസൈനിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇമേജ്, ആദ്യം ഞാൻ ഇമേജ് ഉള്ളത് പറയാം. ഇമേജ്, നല്ല ഇമേജ് ഉള്ളത് യാത്രാ മാഗസിൻ ഉണ്ട്, മലയാളം. അതിൽ കുറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. മാതൃഭൂമി കറക്റ്റ് യാത്ര എന്നാണ്. യാത്രാ മാഗസിനിലാണ് അതിന് കൃത്യമായിട്ടുള്ള ഫോട്ടോ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെ കുറച്ച് ടെക്സ്റ്റ് ഉണ്ടാവും, പക്ഷെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജ്. ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവുക ഇമേജിന്റെ മേലെ കൂടെ ആയിരിക്കും. മാഗസിനിൽ പൊതുവെ അങ്ങനെ കൊടുക്കലില്ല, എങ്കിൽ അത് കളർ പ്രിന്റ് അടിക്കുന്നതായതുകൊണ്ട് എന്താക്കി ഇമേജിന്റെ മേലെ കൂടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഡിസൈൻ വേഴ്സ് നമ്മള് പുറത്തുള്ള നമ്മളെ ബിസിനസ്, ഒമാൻ ബിസിനസ് ഫൈൻഡർ, അറബസ്കോന്റെ നമ്മൾ പുറത്തേക്ക് ചെയ്ത ഡിസൈൻ തന്നെയാണ് നമ്മൾ അടിപൊളിയാക്കി ചെയ്യല്. പിന്നെ കണ്ടന്റ് ഓറിയന്റഡ് ഉണ്ടാവും, അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ കണ്ടന്റ് ഭയങ്കര കാമ്പിളായിരിക്കും. അത് അതിൽ പെട്ടതാണ് ഒന്ന് ധനം മാഗസിൻ. അതുപോലെ ഇംഗ്ലീഷിൽ വരികയാണെങ്കിൽ ഫോബ്സ് മാഗസിൻ ഒക്കെ അതിൽ പെട്ടതാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിപ്പോ 20 മാർക്ക് കിട്ടിട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. എന്നാൽ കൂടി നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രൈബ് ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്പിംഗ് ബ്രാൻഡ് ഐഡന്റിറ്റി. ബ്രാൻഡ് ഐഡന്റിറ്റി ഇത് നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ കൊല്ലവും ഉണ്ടാവില്ലേ. അപ്പൊ അതെന്താന്ന് അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മള് ഇതൊക്കെ എഴുതുന്ന സമയത്ത് നമുക്കൊന്ന് ഓർഡർ ആക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് ഇതിന് 3 കാര്യങ്ങളാണ്, ഇതിന് 2 കാര്യങ്ങളാണ്. അതുപോലെ ഇതിന് നമ്മൾ ഓർഡർ ആക്കി എടുക്കുക. നമ്മൾ ആദ്യം തന്നെ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാം. ഒരു ക്ലയന്റ് നമ്മളടുത്ത് ലോഗോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇരുന്ന് ഒരു ലോഗോ ചെയ്യാം. നമ്മൾ ക്ലയന്റിനോട് അന്വേഷിക്കും, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലോഗോ വേണ്ടി, ടൈപ്പോഗ്രഫി വേണോ, അല്ലെങ്കിൽ ഐക്കണിക് വേണോ, അല്ലെങ്കിൽ ഐക്കണ് ടൈപ്പോഗ്രഫി മേൽ ചെറിയ ഐക്കണിക് ആയിട്ടുള്ളതാണോ വേണ്ടി, ഏത് ടൈപ്പാണ് വേണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 ലോഗോകൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. ഓരോ കളർ കൺസെപ്റ്റ് എന്താണ്, ഓരോ എന്താണ് ഉദ്ദേശിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതാണ് ക്ലയന്റ് ബ്രീഫിംഗ് എന്നതിന് പറയാം. അപ്പോൾ ക്ലയന്റിന്റെ ബ്രീഫ് എടുക്കുക. രണ്ടാമത്തത് എന്ത് ചെയ്യും, അതിന്റെ വേർഡ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയാം. അതായത് നമ്മള് ഈ ക്ലയന്റ് പറഞ്ഞ കാര്യങ്ങൾ ഒരു സൈഡിൽ നിന്ന് എടുക്കും. ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡിൻ്റെതാ, അപ്പോൾ നമ്മൾ സ്റ്റഡി അബ്രോഡിന്റെ കുറച്ച് ലോഗോസ് റെഫർ ചെയ്തത് എടുക്കും. പിന്നെ നമ്മളെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളെ ഫ്യൂച്ചറാന്നുള്ളൊരു ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ ആ പേരുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ലെറ്റർ F നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആ ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ലെറ്റർ ഫ്ലൈറ്റും 2 F ഇപ്പൊ നമുക്ക് F-ഉം ഫ്ലൈറ്റും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജ് ആക്കുക. അപ്പൊ അത് നമ്മൾ എന്താക്കും, അതിനുശേഷം ഈ പറഞ്ഞ ഡാറ്റകൾ കളക്ട് ചെയ്ത് നമ്മൾ മൈൻഡിലിട്ട് ഒരു 3-4 മണിക്കൂർ റൺ ചെയ്തിട്ട് എന്താക്കും, അതിനൊരു ഷേപ്പാക്കി മാറ്റും, ഒരു ഒറിജിനൽ ഷേപ്പാക്കി മാറ്റും. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഡെവലപ്പ് ചെയ്ത ഷേപ്പ് നമ്മൾ ഇവർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടാവും, ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്തായാലും ഉണ്ടാവും, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ടാവും, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ലോഗോ യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ലോഗോ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ഡിലീറ്റ് അടിച്ച് ഫസ്റ്റ് മുതൽ വീണ്ടും ചെയ്യണം. അപ്പൊ ആ ഒരു സ്റ്റേജാണ് അടുത്ത സ്റ്റേജ് അറിയാം. നമ്മൾ ഓരോ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കാം. ഇതേ സാധനം നമ്മൾക്ക് എന്താക്കാം, മോക്കപ്പ് ആയിട്ട് ഇതിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ബ്രാൻഡ് ഗൈഡ് ലൈൻ എന്ന സാധനം ഉണ്ടാവും. നമ്മൾ ക്ലയന്റ് ഒരു പക്ഷേ നമ്മളെടുത്ത് നയിക്കൂല, ക്ലയന്റ് ബാക്കി വർക്കുകൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ലോഗോ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കരുത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ചില ആൾക്കാരൊക്കെ സിംഗപ്പൂരിന്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിമേൽ ലോഗോ ഫ്ലാറ്റ് ആയിട്ട് കൊണ്ടുവെക്കും. അപ്പോൾ ബാക്കത്തെ ഇമേജും പോറാവും, നമ്മളെ ലോഗോവും പോറാവും. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കരുതെന്നുള്ള നമ്മൾ കാണിച്ചു കൊടുക്കും. ഉപയോഗിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഫ്ലാറ്റ് കളർ ഉപയോഗിക്കണം, ഇത്രയെങ്കിലും ഒപ്പാസിറ്റി യൂസ് ചെയ്യണം ഒക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ കളറിന്റെ കോഡ് ഇപ്പൊ നമ്മൾ CMYK-ലേക്കും ഇപ്പൊ നമ്മൾ RGB-ലേക്ക് ഫയൽ അയച്ചു കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ PDF കൊണ്ടുപോയി ഇലിസ്ട്രേറ്ററിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി CMYK ഓപ്പൺ ആകാം. അപ്പൊ ആ കളർ വെക്കുന്ന സമയത്ത് എന്താവും, അതിന് വേരിയേഷൻ വരും. അപ്പൊ നമ്മൾ കോഡ് അടക്കമുള്ള കൊടുക്കും. RGB ഉപയോഗിക്കുന്ന സമയത്ത് ഇന്ന കോഡുകളാണ് യൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു സ്റ്റേജ്. ബ്രാൻഡ് ആദ്യം നമ്മൾ പറഞ്ഞ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാണ്. ആദ്യം ക്ലയന്റ് ബ്രീഫ്, ബ്രെയിൻ സ്റ്റോമിങ്, ബ്രാൻഡ് ഗൈഡ് ലൈന്, പിന്നെ ഈ ഉപയോഗിച്ച മോക്കപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാഗ് മേലെ ഉപയോഗിക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ. അപ്പൊ അതിന്റെ മോക്കപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒരു നല്ല പ്രസന്റേഷൻ ആക്കി പ്രസന്റ് ചെയ്ത് ടൈപ്പോഗ്രഫിയും ഫോണ്ട് യൂസ് ചെയ്തതാണ്, കളർ പാലറ്റ് ഏതാണ്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക, വെർട്ടിക്കൽ മോഡ്, പോർട്രേറ്റ് മോഡ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ലോഗോ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് വലിയൊരു പിന്നെ സബ്ജക്റ്റ് ആണ്, നല്ല എഫേർട്ട് ഉള്ള വർക്കാണ്, നല്ല പേയ്മെന്റ് കിട്ടുന്ന വർക്കാണ്. എല്ലാ കാര്യങ്ങളും കൊണ്ടും ബ്രാൻഡിങ് നമ്മൾ ഒരുപാട് ബ്രാൻഡിങ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടേ നമ്മളിവിടെ കൊണ്ടുവന്ന അലിയസൻ കാല്ലേ, അവർക്ക് ബ്രാൻഡ് സ്പെഷ്യലിസ്റ്റാണ്. ലോഗോ മാത്രമേ ചെയ്യൂ, വേറൊരു വർക്കും ചെയ്യില്ല. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ക്ലാസ് നമുക്ക് ഇതിലേക്ക് ചെയ്യാം. ഒന്നുകൂടി എന്ത് ചെയ്യാം, തിയററ്റിക്കൽ എന്നതിനപ്പുറം പ്രാക്ടിക്കൽ ആയിട്ട് ഒരു ബ്രാൻഡ് ഫുള്ള് കംപ്ലീറ്റ് സ്റ്റാർട്സിൽ നിന്ന് സെഡ് വരെ ചെയ്യുന്ന രീതിയിലുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചായ ഉണ്ടോ? Explain how to create a clipping mask in Photoshop. Include the practical use cases of clipping mask എങ്ങനെ ഫോട്ടോഷോപ്പിൽ യൂസ് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ് സംശയമുണ്ട്. കാരണം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, ഇനി പോലെ സിമ്പിൾ ആക്കിയതാണോ എന്ന് അറിയില്ല. അപ്പോ ക്ലിപ്പിംഗ് മാസ്ക് നമുക്ക് എളുപ്പമാണ്, ലെയർ മാസ്ക് ആണ് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലുസ്ട്രേറ്റർ ഇതിപ്പോ ഫോട്ടോഷോപ്പല്ലേ ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിലാണ് സമയത്ത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മളിപ്പോ ഒരു ഇമേജ്, ഇന്റെ ഇമേജ് ആണ് ഒരു ഷേപ്പിന്റെ ഉള്ളിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇന്റെ ലെയർ മേലെ ഞാൻ ഉപയോഗിക്കുന്ന ആ ഷേപ്പ്, ആ സർക്കിൾ ആണെങ്കിൽ സർക്കിൾ തൊട്ട് താഴെ വേണം. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവില്ല, ആ മാസ്കിങ് പ്രോപ്പർ ആയിട്ട് അതിലേക്ക് പോരാ. ഇപ്പൊ Ctrl+Alt+G ആണ് അതിന്റെ ഷോർട്ട് കട്ട്. Ctrl+Alt+G. ഇനി നമുക്ക് ലെയർമേൽ തന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അങ്ങനെ എന്താക്കാം, തൊട്ട് താഴേക്ക് പോവാം. ഇതാണ് ശരിക്കും ക്ലിപ്പിംഗ് മാസ്കിങ്, വളരെ സിമ്പിൾ ആണ്. അതെ അതെ. പിന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്ലിപ്പിംഗ് മാസ്ക് ഡബിൾ നമ്മള് മാസ്ക് ചെയ്ത ഒബ്ജക്ട് ഉണ്ടാവില്ലേ, അതായത് ഇപ്പൊ സർക്കിൾ മേലെ നമ്മള് ഗ്രേഡിയന്റ് ഓവർലേ എന്നൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഗ്രേഡിയന്റ് ഓവർലേ, ഗ്രേഡിയന്റ് ഫില്ല് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ബ്ലെൻഡിങ് നമുക്ക് ഓണാക്കാൻ പറ്റും. അത് ഓണാക്കി വെച്ചാൽ ഈ മാസ്ക് ചെയ്യുന്ന സമയത്ത് എന്താവില്ല, പ്രോപ്പർ കാണൂല. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ലെയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ. ലെയർ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്കിപ്പോ ഒരു ഷേപ്പിന്റെ തന്നെ ഈ പറഞ്ഞ ഇന്നിപ്പോ സർക്കിളിന്റെ ഉള്ളിൽ കയറ്റാം. അപ്പോ ഇതിന്റെ തലഭാഗം പുറത്തേക്ക് വേണം, ബാക്കി സർക്കിൾ അങ്ങനത്തെ ഓപ്ഷനിലാണ് നമ്മൾ ലെയർ മാസ്ക് യൂസ് ചെയ്യാം. അത് നമ്മളൊരു അതെ, ഞാനൊരു മാസ്ക് ആയിട്ട് കാണാം. അപ്പൊ ഞാൻ ലെയർ മാസ്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ലെയർ പാനലിന്റെ താഴെ ഉണ്ടാവും ലെയർ മാസ്ക് ഓപ്ഷൻ. ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെയറിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ബോക്സ് ഓൺ ആയി വരും. അപ്പൊ അതില് നമ്മൾ ബ്രഷ് കൊണ്ട് ബ്ലാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മറച്ചു വെച്ച പോലെ ആയി. ഓക്കെ, ഇതിപ്പോ ബ്ലാക്ക് ബ്രഷ് ഇട്ടിട്ട് ഞാനിങ്ങനെ ഫേസ് മറച്ച് ചെയ്യാൻ ഉണ്ടായി. എന്റെ ഫേസ് ബേക്ക് തന്നെ ഉണ്ട്, പക്ഷെ ഇതെന്താണ് ഒരു മറവ് വരിക. അതേപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി, ഇത് മായുകയും ചെയ്തു. അതാണ് അതിന്റെ ഒരു ലോജിക്ക്. ആ ലെയർ മാസ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കഴിഞ്ഞാൽ എന്താവും, അത് ഹൈഡ് ആവും, ആ ഭാഗം ഹൈഡ് ആവും. വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്യും. അതാണ് അതിന്റെ കോമൺ ലോജിക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടോ ഈ പറഞ്ഞ പോലെ ഇന്ന സർക്കിളിനുള്ളിലാക്കി തലഭാഗം പുറത്തേക്കും ബാക്കി ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഈ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മാത്രം എന്താക്കിയാൽ മതി, ബ്ലാക്ക് അടിച്ചു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ഹൈഡ് ആയി കിടക്കും. ഇതേപോലെ സ്മാർട്ട് ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിന്മേൽ എന്താവില്ല, എറേസർ ടൂള് ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എറേസറിന് പകരം നമ്മൾ നിർബന്ധമായും ക്ലിപ്പിംഗ് മാസ്ക് മാത്രമേ ഉപയോഗിച്ചേ പറ്റൂ. ലെയർ മാസ്ക് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കേണ്ട. ഇവിടുത്തെ ക്ലാസ് നമ്മൾ കഴിയാൻ സമയത്താണ് നമ്മൾ ഇത് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തോളൂ. നമ്മുടെ തുടക്കത്തിലാണ് ക്ലിപ്പിംഗ് ലെയർ മാസ്ക് പഠിച്ചെങ്കിലും ലാസ്റ്റിലേക്ക് എന്താകും ഇതിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ കൊടുത്തിട്ടാണ്. നെക്സ്റ്റ് അടുത്ത് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് കളർ തിയറി ഇൻ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ്. കളർ തിയറി വിശാലമായ ഒരു ലോകമാണ്. നേരത്തെ കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള കളറുകളുണ്ട്, അതിന്റെ തിയററ്റിക്കൽ സാധനങ്ങളൊക്കെ ഉള്ളതെന്തോ പറയാനുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി കളർ തിയറി എന്ന് പറയുന്ന സമയത്ത് നോർമലി എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനമുണ്ട്. ഒന്ന് സ്പൈസസ്, അല്ലെങ്കിൽ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഡേഞ്ചർ. ഈ 3 കാര്യങ്ങൾക്ക് നമ്മൾ റെഡാ
ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ട്രസ്റ്റ്, വിശ്വാസ്യത നമ്മൾ കാണാം. ഒരു ബാങ്ക്, അതുപോലെ സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുക, സ്കൂള് യൂസ് ചെയ്യുക ബ്ലൂ കളേഴ്സാണ്. ട്രസ്റ്റ് ആ ഒരു ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു മൂവ് ഓൺ. ഇപ്പൊ നമ്മള് ഒരു സൈറ്റിൽ കയറുക, അപ്പോൾ നമ്മള് പർച്ചേസ് അല്ലെങ്കിൽ ഡോൺ പർച്ചേസ് 2 വട്ടം വരികയാണെങ്കിൽ ചുവപ്പ് പച്ച ഉപയോഗിക്കാം. അതുപോലെ റൈറ്റ് എന്നുള്ള ഇപ്പൊ നമ്മൾ ശരി ടച്ച് പച്ച കളറിൽ, തെറ്റാണെങ്കിൽ റെഡ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു ഗ്രീന്, അങ്ങനത്തെ ഓരോ കളറിനും എന്തുണ്ട് അതിൻ്റെതായ ഇതുണ്ട്. അതുപോലെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളറ്, ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുമല്ലോ, നമ്മളെ ടാർഗറ്റഡ് ഓഡിയൻസ് കിഡ്സ് ആണെങ്കിൽ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യും. ജെംസ് മുട്ടായി കുട്ടികൾക്കുള്ളതാണ്. അതുപോലെ വേറെ ഡാർക്ക് ഫാന്റസി, ഒരു ടൈപ്പ് ഓഫ് റൊമാൻറ്റിക് വരുന്നതാണ്. ഒരു പർപ്പിള് വയലറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും കളർ തിയറിക്ക് എന്തുണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം, അപ്പോൾ ഷെൽഫിൽ വെക്കുന്ന സമയത്ത് പ്രൊജക്ട് ചെയ്ത് കാണാം. അപ്പൊ ലെക്സ് സോപ്പിന് നമ്മൾ ആൾക്കാർ പറയും റോസ് കളറാണ് യൂസ് ചെയ്യുക. ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ റെഡ് റോസ് ഒക്കെ അത് കുറെ സോപ്പുകൾ ഇപ്പുറത്തുണ്ടെങ്കിൽ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അതിന് റെഡ് റോസ് ഒക്കെ ഉപയോഗിക്കും. കളർ തിയറി കൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഈ ഷെൽഫിൽ വെക്കുന്നതിൽ തന്നെ ഒരു സൈക്കോളജി ഉണ്ട്. അതെ അതെ, ഷെൽഫിൽ വെക്കുന്നതിന് സൈക്കോളജി ഉണ്ട്. അതുപോലെ UI ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്താ പറയാ, ഇപ്പോൾ ആമസോണിന് തോന്നുകയാണ് ഇന്ന ഭാഗത്തേക്ക് ആൾക്കാർ കൂടുതൽ വരണം തോന്നുക, അപ്പോൾ ആ ഭാഗം ഒരു കളറിൽ യൂസ് ചെയ്യും. പച്ച എടുത്തിട്ട് ഭാഗത്തേക്ക് ചുവപ്പ് കൊടുത്തിട്ട് ആട്ടേക്ക് ആൾക്കാർ പോകാതെക്കാനുള്ള കാര്യങ്ങൾ റെഡിൽ മെൻഷൻ ചെയ്യും. അതെ, ബാനറൊക്കെ ആ ഒരു കളർ ഉപയോഗിച്ച് ആൾക്കാരെ കണ്ണിന്റെ പോയിന്റ് ആ ഭാഗത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ UI ഡിസൈൻ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ വരെ കൂട്ടാൻ പറ്റും. അതെ, കളർ വെച്ചിട്ട് കൂട്ടാൻ പറ്റും. വലിയൊരു ലോകമാണ്. ഓക്കെ, അതിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നെക്സ്റ്റ് അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം ഞാനും ഷെഫിൽ സാറും റിയാദ് സാറും നടത്തുന്ന മുട്ടിപ്പാട്ട് പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. 15 മിനിറ്റായി ആലോചിക്കുന്നു. 32 ഓക്കെ, ഡിസ്ക്രൈബ് ദി എൻഡ് ടു എൻഡ് പ്രോസസ് ഓഫ് ഡിസൈൻ പ്രൊഡക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് പാക്കേജ് ഡിസൈനിങ്, അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ മുട്ടിപ്പാട്ടുമായിട്ട് വരുന്നതാണ്. ഓക്കെ, കം ഓൺ. പ്രൊഡക്റ്റ് പാക്കേജ് ഡിസൈനിങ്. പാക്കേജ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക ഡൈ കട്ട് എന്നൊരു എലമെന്റ് വന്ന, അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാക്കേജ് ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ ബോക്സിന്റെ ഒരു ഡൈ കട്ട് ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ടാണ് മടക്കിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ 2Dയിലാണ്, പക്ഷെ ഔട്ട്പുട്ട് വരെ 3Dയിലാണ്. അപ്പോൾ അതിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ബോക്സ് ആണെങ്കിൽ ഒരു 4 ഫേസിന്റെ സൈഡ്, ഒരു ഫ്ലാപ്പ്, താഴെ ലോക്ക് ചെയ്യുന്ന ഒരു എലമെന്റ്, അങ്ങനെ വരച്ച് നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അളവ് പ്രകാരം നമ്മൾ വരയ്ക്കും. ഡയമെൻഷനുകൾ വരയ്ക്കും. ഹൈറ്റ് എത്രയാണ് വരുന്നത്, വിഡ്ത്ത് എത്രയാണ് വരുന്നത്, ലെങ്ത് എത്രയാണ് വരുന്നത് നമ്മൾ വരയ്ക്കും. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡൈ കട്ട് എന്ന് പറയാം. അത് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ, മരണം. അതായത് ആ പേപ്പറിന്റെ എൻഡിൽ എന്താണ്, ഒരു മരണമുറി എന്ന് തന്നെ പറയാം. ഡൈ കട്ട് മരണമുറി. അതെ. അപ്പോ ആ ബ്ലാക്ക് കളറിലാണ് ആ ഡൈ കട്ടിൽ നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ബ്ലാക്ക് കളറിലുള്ള നമ്മള് എന്താ പറയാ, ഓട്ടോമാറ്റിക്. നമ്മളെ അതിന്റെ അടുക്ക് ഒരു കോമഡി സാധനം പറയാണ്ട്, നമ്മളെ ആൾക്കാര് ഇത് പറയും, കോൾഗേറ്റിന്റെ താഴെ പച്ച ലൈൻ കാണാം. ഈ പച്ച ലൈൻ കണ്ടാൽ ഇത് നാച്ചുറൽ ആണ്, ഇത് നീല കണ്ടാൽ ഇത് കെമിക്കലാണ്, അങ്ങനെ സാധനങ്ങളാണ്. ശരിക്കും അങ്ങനെയല്ല സംഭവം. അതില് ഒരു എൻഡിങ്ങിന് ഒരു സാധനം ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കാ കട്ട് ചെയ്യാം. ഒരു വലിയ കോയിലാണ്, പേസ്റ്റിന്റെ ട്യൂബ് എന്ന് പറയും. അത് ആ ഒരു കറക്റ്റ് ആ ലൈൻ കഴിയുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക് മെഷീൻ കട്ട് ചെയ്യും. അതുപോലെ ഈ ബ്ലാക്ക് ലൈൻ എന്തെങ്കിലും അറിയും, അത് മെഷീൻ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കട്ട് ചെയ്യാനുള്ളതാണ് ഈ ബ്ലാക്ക് ലൈനിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ എന്താക്കും, മെഷീനിൽ നമ്മളത് സെപ്പറേറ്റ് തന്നെ കൊടുക്കും. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മേലെ ഒരു ലെയർ ലോക്ക് ആക്കിയിട്ട് ഡൈ കട്ട് അതിൽ കൊടുക്കും. അതുപോലെ അതെടുത്തിട്ടാണ് എന്താക്കുക ഈ മെഷീനിലേക്ക് ഇടുന്നത്. അപ്പൊ അതിൽ തന്നെ ക്രീസിംഗ് ലൈൻ എന്ന ലൈൻ ഉണ്ടാവും, റോസ് കളറിൽ ഡാഷ് 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 ആയിട്ട്. ആ ലൈനിൽ ഒരു ബോക്സ് മേലെ ഒരു ബൾജായിട്ട് സാധനം തരും. നിങ്ങൾ കാണാം, ഒരു ബോക്സ് എടുത്ത് നോക്കിയാൽ ആ ബൾജായി കിടക്കുന്നത്, അവിടെ മടുക്കാൻ സുഖമായിരിക്കും. ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും. അപ്പൊ അതിന് ക്രീസിംഗ് ലൈൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഡൈ കട്ട് ഇടുന്നത്, ക്രീസിംഗ് ലൈൻ ഇടുന്നത് ബ്ലാക്ക് ആയി പോയാൽ എന്താവും, ഇതിന്റെ ഹെഡ് ഭാഗം ഒക്കെ മുറിഞ്ഞു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ക്രീസിംഗ് ലൈൻ നമ്മൾ പറഞ്ഞ് ഡൈ കട്ട് പറഞ്ഞ് ഇനി അതിൽ ചെറിയ ബ്ലീഡിങ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അതായത് ഒരു മടുക്കേണ്ട ഒരു ഫ്ലാപ്പിനുള്ള ഒരു ക്രീസിംഗ് ലൈൻ ആണെങ്കിൽ അതിന്റെ 2 സൈഡിലും ഒരു അര സെന്റിമീറ്റർ ഈ പറഞ്ഞ ബ്ലീഡിങ് ആയിക്കും. അവിടെ കണ്ടന്റ് വന്നാൽ എന്താവും, കണ്ടന്റ് മടങ്ങിപ്പോവും. ഇപ്പൊ ബി ഒക്കെ എഴുതിയാണെങ്കിൽ മടക്കുന്ന സമയത്ത് എന്താവും, ഇപ്പുറത്തേക്ക് 2 വാലും ബീന്റെ വര അപ്പുറത്തേക്ക് കഴിക്കും. അപ്പൊ അങ്ങനത്തെ ബ്ലീഡിങ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്.
അത് തന്നെയാണ് കാര്യമായിട്ടുള്ള ഭാഗം. പിന്നെ അതുപോലെ നമ്മൾ CMYK നമ്മൾ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രിന്റിന്റെ ഫയൽ അയക്കുക. അപ്പോൾ ആ സമയത്ത് എന്താവും, ഇത് CMYK ആക്കുന്ന സമയത്ത് അതിലെ ഈ പറഞ്ഞ ഓവർലേ ഒക്കെ കൊടുത്ത എലമെന്റ്സ് ഉണ്ടാവും. നമ്മൾ ബ്ലെൻഡിങ് മോഡ് ഓവർലേ, ഈ മറ്റേ മൾട്ടിപ്ലൈ ഒക്കെ കൊടുത്ത എലമെന്റ് എന്താവും, അത് ഫുള്ളി ആ മറ്റേ ഇത് വർക്ക് ആവാതെ അതിലിങ്ങനെ ബ്ലാക്ക് ഡോട്ട് ആയി കിടക്കും. ഇപ്പൊ നമ്മള് സൂര്യനൊക്കെ ഒരു വെളിച്ചം അങ്ങനെ കൊടുക്കുക, അപ്പൊ അതിന് കുറെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത എലമെന്റ് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ആ എലമെന്റ് CMYK മാറ്റുന്ന സമയത്ത് ഇങ്ങനെ ബ്ലാക്ക് റൗണ്ട് ആയിട്ട് കാണും. അപ്പൊ നമ്മൾ നേരെ എന്താക്കണം, ഫോട്ടോഷോപ്പിലേക്ക് ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് അതിലെന്താക്കുക യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക്. പിന്നെ പാൻടോൺ എന്ന് പറഞ്ഞ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് നമുക്ക് ഡിസൈനിൽ. അത് പറഞ്ഞ ഈ സിലിണ്ടർ പ്രിന്റ് എന്ന് പറഞ്ഞ പ്രിന്റ് ഉണ്ടാവും. ഇപ്പോൾ സോപ്പിന്റെ കവർ ആണെങ്കിൽ അത് പാൻടോൺ എന്ന് പറഞ്ഞ വൈഡ് ഏരിയ ഉണ്ട്. നമ്മൾ ഈ നമ്മൾ CMYK എന്ന് പറഞ്ഞല്ലോ, സിയാൻ, മജന്ത, അതിൽ അഡീഷണൽ വരുന്ന കളേഴ്സ് ഉണ്ടാവും. ഇതിലൊന്നും പെടാത്ത പാൻടോൺ എന്ന് പറഞ്ഞ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടാവും. കാരണം അതിന്റെ ഒരു സിലിണ്ടറിന് തന്നെ 7 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും. അപ്പൊ അത് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഡിസൈൻ വൈസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഡിസൈൻ വൈസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പാക്കേജ് ഏത് പ്രൊഡക്റ്റ് ആണോ അതിനനുസരിച്ച്. ഇപ്പൊ ജെംസിന്റെ പാക്കേജും ലേസിന്റെ പാക്കേജും പോലെ ടാർഗറ്റഡ് ഓഡിയൻസിനനുസരിച്ച് മാറി നിൽക്കും. പിന്നെ ചില ഇപ്പൊ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതിന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ പാക്കേജ് ഒരു മരുന്ന് പോലെ, അതുപോലെ സെറം പോലുള്ള സാധനങ്ങളൊക്കെ ആണ് സെയിൽ ചെയ്യുന്നത്. ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അത് ആൾക്കാർ മരുന്നാ ചട്ടിട്ടാ വാങ്ങുന്നത്. ശരിക്കും അത് മരുന്നല്ല, അതിന്റെ പാക്കേജിലുള്ളൊരു ഐഡിയോളജി. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മരുന്നിന്റെ അതേ സെയിം പാക്കേജാണ് നമ്മള്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയോളജി അവർ കൊണ്ടുവന്നു പാക്കേജ് ഡിസൈനിൽ മാത്രം. അപ്പോൾ ഇപ്പൊ ആൾക്കാരത് കോപ്പി ചെയ്യുന്നുണ്ട്, മിനിമലിസം കോപ്പി ചെയ്തിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലൈസ് ചെയ്തിട്ട് റിയാസ് സാർക്ക് നമ്മളോട് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയൊരു ലോകമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ന്യൂ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.